പി.വി. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ CPM-നെയോ സർക്കാരിനെയോ എടുത്തങ്ങ് മറിച്ചു കളയും എന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ടതില്ല. അതിനുള്ള സംഘടനാ സംവിധാനവും കരുത്തുമൊന്നും പി.വി. അൻവർ എന്ന വ്യക്തിക്കില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ പി.വി. അൻവർ ഉന്നയിച്ച വിഷയം കൈകാര്യം ചെയ്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭീകരമായ ഒരബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധമാണ് ഇതുവരെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചതും. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് നിരന്തരമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് പോലും പി.വി. അൻവർ ഉന്നയിച്ച വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി കൈകാര്യം ചെയ്തതിലെ വലിയ വീഴ്ച കൊണ്ടാണ്. അത് ADGP അജിത് കുമാറിനെ കൈകാര്യം ചെയ്ത രീതിയിലുണ്ടായ പാളിച്ച തന്നെയാണ്. ADGP അജിത് കുമാർ എന്തായാലും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ വേണ്ടാത്ത ഇടത്ത് കയറി ഇടപെട്ടതിൻ്റെ പേരിൽ ഒരു തവണ സ്ഥാനചലനമുണ്ടായ ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാജ് കിരണിനെ 19 തവണ ഫോണിൽ വിളിച്ചതിന് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിനെ മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും മറ്റൊരു കാര്യം. ആ അജിത് കുമാറിനെതിരെ പി.വി. അൻവർ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ADGP അജിത് കുമാറിനെ മറ്റൊരു പദവിയിലേക്ക് മാറ്റാനുള്ള രാഷ്ട്രീയ തീരുമാനം പിണറായി വിജയൻ എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അൻവർ ഉയർത്തുന്ന കോലാഹലങ്ങൾ പോലും ഉണ്ടാകുമായിരുന്നില്ല. പി.വി. അൻവറിന് ഇതിനകത്ത് പറ്റിയൊരു വലിയൊരു അബദ്ധം അജിത് കുമാറിനെയും P. ശശിയെയും ഒരുപോലെ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. അജിത് കുമാറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു പി.വി. അൻവറിൻ്റെ നിലപാടുകളെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ പരസ്യമായ ഒരു വെല്ലുവിളി സ്വീകരിക്കേണ്ടുന്ന നില പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഉറപ്പാണ്. ADGP അജിത് കുമാറിനെ എന്തിന് ഇങ്ങനെ സഹായിക്കുന്നു പിണറായി വിജയൻ എന്നുള്ള ചോദ്യം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി തുടങ്ങി. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത RSSൻ്റെ നേതാവ് വത്സൻ തില്ലങ്കരിയുമായി 4 മണിക്കൂർ ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. ഒരു ADGPയും വത്സൻ തില്ലങ്കരിയുമായി 4 മണിക്കൂർ കൂടിക്കാഴ്ച നടത്താൻ എന്താണ് അത്രയ്ക്ക് വലിയ സംഭവ വികാസങ്ങൾ ഈ നാട്ടിലുള്ളത്? അല്ലെങ്കിൽ തന്നെ ഒരു RSS നേതാവുമായി ഒരു ADGP എന്തിനു കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള ചോദ്യത്തിന് ആ ADGPയുടെ ഭാഗത്തു നിന്നെങ്കിലും ഒരു വിശദീകരണം ഉണ്ടാകണ്ടേ? അദ്ദേഹം ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. RSS പൊതുവെ കേരളത്തിൽ ഒരു വശത്ത് നിൽക്കുന്നത് CPM-ൻ്റെ എതിരാളികളായിട്ടാണ്. അങ്ങനെയുള്ള RSS പോലെയുള്ള ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടുന്ന സാഹചര്യം എത്രയോ വട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ നേതാക്കന്മാരെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മണിക്കൂറുകളോളം സന്ദർശിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ അപരാധമാണ്. അപ്പോൾ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുക എന്നതൊന്നും വേണ്ടായിരുന്നു. അജിത് കുമാറിനെ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനം അൻവറിൻ്റെ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ നിരന്തരമായി വിശദീകരണം നടത്തേണ്ടുന്ന നിലയിലേക്ക് പിണറായി വിജയനോ CPM-ഓ സർക്കാരോ എത്തിച്ചേരില്ലായിരുന്നു. ബാക്കിയെല്ലാം അതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന PR വിവാദം പോലും ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നത് ഈ പി.വി. അൻവർ ഉയർത്തിയ വിഷയത്തിൽ കാട്ടേണ്ടുന്ന ജാഗ്രത മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പി.വി. അൻവർ CPM-നോ മുഖ്യമന്ത്രിക്കോ ഒരു ഭീഷണിയാകും എന്ന് കരുതുക വയ്യ തന്നെ. പക്ഷേ പി.വി. അൻവർ ഉയർത്തിയ വിഷയം, അതും ADGPയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയം, അത് കൈകാര്യം ചെയ്തതിലെ വലിയ വീഴ്ച, ആ വീഴ്ചയ്ക്ക് പിന്നീട് പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായി വരുന്നു. അതിനെ ഒക്കെ അതിജീവിക്കേണ്ടുന്ന ഉത്തരവാദിത്വത്തിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും എത്തിച്ചേരുന്നു. വിശദീകരിച്ച് മടുക്കേണ്ടി വരും. ഈ വിശദീകരണത്തിലേക്ക് ഒന്നും പോകേണ്ടി വരുമായിരുന്നില്ല. അജിത് കുമാറിന് ഒന്ന് സ്ഥാനചലനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ, അങ്ങനെ സ്ഥാനചലനം ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ അജിത് കുമാറിന് ഈ ഭരണകൂടത്തിൽ സ്വാധീനമുണ്ട് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ബാക്കി അൻവർ ഉയർത്തുന്ന സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളോ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു ബദൽ പാർട്ടി ഉണ്ടാക്കുമെന്നുള്ള ഭീഷണിയോ ഒന്നും കേരള രാഷ്ട്രീയത്തിൽ തൽക്കാലം ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഓഫീസും കാട്ടിയ ഒരു ജാഗ്രത കുറവ്, അതിനെ ഒരു മണ്ടത്തരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. രാഷ്ട്രീയമായ ഒരു മണ്ടത്തരം. പിണറായി വിജയനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല അത്. പക്ഷേ അതാണ് സംഭവിച്ചിരിക്കുന്നത്.
എത്ര നല്ലവനാണെങ്കിലും എത്ര മഹത്തായ ആദർശങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണെങ്കിലും ചെന്നു കയറുന്ന ഇടം ഒരു രാഷ്ട്രീയക്കാരനെ എങ്ങനെയാണ് മോശക്കാരനാക്കി മാറ്റുന്നത് എന്നുള്ളതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടിയുടെ നേതാവുമായ പവൻ കല്യാൺ. പവൻ കല്യാൺ ഈ ജനസേന പാർട്ടി രൂപീകരിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് ആന്ധ്രയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപീകരിച്ച ആ പാർട്ടിയും ജനസേന പാർട്ടിയുടെ സ്ഥാപകൻ എന്ന നിലയിൽ പവൻ കല്യാൺ ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും ആ BJP ക്യാമ്പിലേക്ക് ചെന്നു കയറിയതോടുകൂടി എങ്ങനെയാണ് താഴേക്കിറങ്ങി വരുന്നത് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ താഴേക്കിറക്കം അതിൻ്റെ പടുകുഴിയിലേക്ക് ചെന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നത് തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. പവൻ കല്യാൺ ഒരു തികഞ്ഞ തോൽവിയാണ് എന്ന്, ഒരു ഒന്നാം തരം കോമാളി രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുപ്പതിയിലെ ലഡു വിവാദം ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരികയാണ്. ജനസേന പാർട്ടി രൂപീകരിച്ചതൊക്കെ വലിയ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ BJP ക്യാമ്പിൽ ചെന്ന് കയറിയതോടുകൂടി BJP-ക്കാരേക്കാൾ വലിയ വർഗീയവാദിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു പവൻ കല്യാൺ. സനാതന ധർമ്മം വിട്ടൊരു കളിയില്ല എന്നൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ BJP-ക്കാരേക്കാൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി എന്നാൽ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു ഒരു വേള. ഇപ്പോൾ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം അത് ബോധപൂർവം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രയിലെ ഭരണകക്ഷിയും ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ പരാമർശത്തോടുകൂടി നാടിന് ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ലഡുവിൻ്റെ പേരിൽ തിരുപ്പതി അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയ പവൻ കല്യാൺ തലകുത്തി മറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ലഡുവിൽ മായം ഉള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത്, അതിന് ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗനാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ തൊട്ട് കളിക്കാനും അവരുടെ വിശ്വാസത്തെ തൊട്ട് കളിക്കാനും അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പവൻ കല്യാൺ അവിടെ ഭജനയിരിപ്പ് തുടങ്ങിയത്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ചു, എവിടെയാണ് മായം ചേർത്ത ലഡു ഉള്ളത്? അങ്ങനെ അത് നിർമ്മിച്ചിട്ടുണ്ടോ? ഇനി ഈ നെയ്യിൽ മായം ചേർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാസങ്ങളോളം കാത്തിരുന്ന് ഇപ്പോഴാണോ അതേക്കുറിച്ചൊരു വാർത്താ സമ്മേളനം നടത്താൻ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചത്? മതത്തെയും വിശ്വാസത്തെയും ദൈവത്തെയും ഈ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത് എന്ന സുപ്രീം കോടതിയുടെ താക്കീതുണ്ടായതോടെ പവൻ കല്യാൺ നേരെ ഭജനയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുന്നത് എന്താ? ഞാൻ ഈ ലഡുവിൻ്റെ പേരിലൊന്നും അല്ല ഭജനയിരിക്കാൻ വന്നത്, ലഡുവിൻ്റെ പേരിലാണ് ഭജനയിരിക്കാൻ വന്നത് എന്ന് മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി ഘോരഘോരം പറഞ്ഞതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഭേഷ കരണത്തടി കിട്ടിയതോടെ ഞാൻ ലഡുവിൻ്റെ പേരിലല്ല ഭജനയിരിക്കുന്നത്, ഞാൻ ഈ തിരുപ്പതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടന്ന കൊള്ളരുതായ്മകൾക്കെതിരെയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ആ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞല്ലായിരുന്നോ തുടങ്ങേണ്ടിയിരുന്നത്? പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്